ഒരു കള്ളവും അധികകാലം മൂടിവെക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് ഓർക്കാപ്പുറത്ത് ഇത്രയും വലിയ അടി കിട്ടിയത്. പക്ഷേ രാഷ്ട്രീയ കലുഷിതമായ ഇന്ത്യൻ ഭൂമിയിൽ ഒരു നിയമപാലകർ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾക്ക് പകരം നൽകിയത് ഒരു ഉപരാഷ്ട്രപതിയുടെ രാജിയായിരുന്നു. അപ്രതീക്ഷിത കാരണങ്ങൾ പറഞ്ഞ് രാജിവെച്ച ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ നോട്ടുകൂമ്പാരം സൂക്ഷിച്ച യശ്വന്ത് വർമ്മയും കാരണക്കാരനായിരുന്നു. പക്ഷേ നേരം വൈകുന്തോറും യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള കുരുക്കിന്റെ മുറുക്കം കുറയുകയാണ്. കാരണം അയാളിപ്പോഴും ജഡ്ജിയാണ്, ഒരു ബഹുമാനമൊക്കെ ആകാമെന്ന് സുപ്രീം കോടതി വരെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗിക വസതിയിൽ അനധികൃത നോട്ട് കൂമ്പാരം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതി തന്റെ ഭാഗം കേട്ടില്ലെന്നാണ് ജസ്റ്റിസ് വർമ്മയുടെ പരാതി. ജഡ്ജിമാരുടെ സമിതി മുൻവിധിയോടെയാണ് പെരുമാറിയത്. റിപ്പോർട്ട് ഏകപക്ഷീയവുമാണ്. റിപ്പോർട്ട് കിട്ടിയതോടെ ഇംപീച്ച്മെന്റിനായി മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രാഷ്ട്രപതിക്ക് അയച്ച നടപടി ശരിയല്ലെന്നും BR ഗവായ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി താൻ പരിഗണിക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ബെഞ്ചിലേക്ക് ചീഫ് ജസ്റ്റിസ് മാറ്റുന്നത്. ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ ശുപാർശ ചെയ്ത മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുമായി താൻ ചർച്ചകളിൽ പങ്കാളിയായിരുന്നുവെന്നും അതിനാൽ ഈ കേസിൽ വാദം കേൾക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അതേസമയം ഇംപീച്ച്മെന്റ് നടപടിയുമായി പാർലമെന്റിൽ കേന്ദ്രം മുന്നോട്ട് പോകുമ്പോഴാണ് ഹർജി വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഡൽഹിയിലെ 30 തുഗ്ലക് ക്രസന്റ് വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തുന്നത്. ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ടിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പണം ഔദ്യോഗിക വസതിയിൽ സൂക്ഷിച്ചതിന് തെളിവുണ്ടെന്നും യശ്വന്ത് വർമ്മ അറിയാതെ പണം വസതിയിൽ സൂക്ഷിക്കാൻ ആകില്ലെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അന്വേഷണത്തിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്ധാവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന സമിതി രൂപവത്കരിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സമിതി മെയ് 3 സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് രാജിവെക്കാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം വിസമ്മതിച്ചതോടെയാണ് ഇംപീച്ച്മെന്റിന് ശുപാർശ ചെയ്തത്. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ലോക്സഭയിൽ 100 അംഗങ്ങളുടെയും രാജ്യസഭയിൽ 50 അംഗങ്ങളുടെയും പിന്തുണ വേണം. ജസ്റ്റിസിന് ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ വിരലിലെണ്ണാവുന്ന ജഡ്ജിമാർ മാത്രമേ പുറത്താക്കൽ നടപടികൾ നേരിട്ടിട്ടുള്ളൂ. അവരിൽ ഭൂരിഭാഗവും പ്രമേയം പാസ്സാകുന്നതിന് മുമ്പ് തന്നെ രാജിവെച്ചിരുന്നു. ഒരു കള്ളവും അധികകാലം മൂടിവെക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് ഓർക്കാപ്പുറത്ത് ഇത്രയും വലിയ അടി കിട്ടിയത്. തീ അണച്ചുകൊണ്ടിരുന്ന ഫയർഫോഴ്സ് നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോഴായിരുന്നു ഒരു മുറിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത നോട്ടുകെട്ടുകൾ കിട്ടുന്നത്. ഇതോടെ പണി പാളിയെന്ന് ഉറപ്പിച്ച ജഡ്ജി മുങ്ങാൻ നോക്കിയെങ്കിലും സുപ്രീം കോടതി വെറുതെ വിട്ടില്ല. മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർത്തു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് പാർലമെന്റ് ചേർന്ന വർഷകാല സമ്മേളനത്തിൽ യശ്വന്ത് വർമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടെ ഉപരാഷ്ട്രപതി രാജിവെച്ചൊഴിഞ്ഞത്. ഇനിയിപ്പോ ഇതെല്ലാം കെട്ടുകഥകളായിരുന്നു എന്ന് മാത്രം കേൾക്കാതിരുന്നാൽ മതി. കാരണം ഒരു നീതിപാലകൻ നീതിയുടെ അതിർവരമ്പിനെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്റെ ഒഴിഞ്ഞ മുറിയിൽ കുത്തി നിറച്ചത് 15 കോടി രൂപയാണ്. കണ്ടെത്തിയിട്ടും അങ്ങനെയൊരു പണം കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് മലക്കം പറഞ്ഞവരുമുണ്ട് എന്ന് ഓർക്കുക.